ഹലോ മോളെ. ഹാ, മമ്മി എന്താ എന്നൊന്ന് വിളിക്കാതിരുന്നേ? എത്ര നേരം ഞാൻ മമ്മിയുടെ അടുത്തുനിന്ന് ഇങ്ങോട്ട് പോന്നിട്ട്? വേറൊന്നും കൊണ്ടല്ല മോളെ, അവിടെ മോളുടെ ഗൃഹപ്രവേശ ചടങ്ങുകളൊക്കെ നടക്കുകയല്ലേ, അതിനിടയിൽ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. സർപ്പബലി കഴിഞ്ഞെങ്കിലും ഇവിടുത്തെ ശാപമൊന്നും അവസാനിച്ചിട്ടില്ല എന്റെ മമ്മി. എന്താ മോളെ ഈ പറയുന്നേ? എല്ലാം അവസാനിച്ചെന്ന് അവരൊക്കെ പറഞ്ഞാണല്ലോ. മമ്മി, നാഗശാപം ഇപ്പോഴും ഉണ്ട്. ഇന്നലെ രാത്രി അതിന്റെ തെളിവ് ഞാൻ കണ്ടതാ. ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല മമ്മി. ഈ വീടിന്റെ ഓരോ മുക്കും മൂലയും എനിക്ക് പേടി തോന്നാ. മമ്മി, ഇത് കൃഷ്ണ കരുതിക്കൂട്ടി ചെയ്തതാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ബെഡ്റൂമിൽ അവള് പാമ്പിനെ കൊണ്ടുവന്നിട്ടതാണോന്ന്. എന്തൊക്കെയാ മോളെ പറയുന്നേ? കൃഷ്ണ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവളെ എനിക്കറിയാം. മമ്മിക്ക് എന്നെയാണോ അതോ അവളെയാണോ വിശ്വാസം? ഗാഥ, ഒരുപാട് തർക്കങ്ങൾക്കൊടുവിലാണ് നീ അവിടെ എത്തിയിരിക്കുന്നത്. ഇനിയെങ്കിലും വെറുതെ വെറുതെയോ? എന്റെ ജീവന്റെ അപകടത്തിന്റെ കാര്യമാണ് ഞാനീ പറയുന്നത്. മമ്മിക്ക് അതെങ്ങനെ ഇത്രയ്ക്ക് സില്ലിയായിട്ട് കാണാൻ പറ്റുന്നത്? ഞാനൊന്ന് സുമിത്രയെ വിളിച്ചു ചോദിക്കട്ടെ. ചിലപ്പോ മനസ്സിൽ പേടിയുള്ളതുകൊണ്ട് മോക്ക് വെറുതെ തോന്നിയതാണെങ്കിലോ? Can you stop this? എല്ലാവരും ഇതന്നെ എന്നോട് പറയുന്നേ. കളരിക്കലെ നാഗശാപം എന്താണെന്ന് മമ്മി നേരിട്ട് കണ്ടിട്ടുണ്ടല്ലോ. അന്ന് എന്താ അത് തോന്നലാണെന്ന് മമ്മി ചിന്തിക്കാതിരുന്നേ? മോളെ, ഞാൻ പറയുന്ന കേക്ക്. എന്ത് കാര്യത്തിനായാലും സമാധാനം ഉണ്ടാക്കുന്ന ഞാൻ പറഞ്ഞില്ലേ? എത്രയും പെട്ടെന്ന് സമാധാനം ഉണ്ടാക്കണം, അല്ലാതെ ഈ വീടിനകത്ത് എനിക്ക് കഴിയാൻ പറ്റില്ല. കാര്യമായിട്ടാ ഞാൻ പറയുന്നേ.